നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണലിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്നലെ രാവിലെ പെട്ടെന്ന് താളായിട്ടു. തിരികെ നിങ്ങൾ പാവം നിങ്ങളെ കാശിനെടുത്ത് മ്യൂച്വൽ ഫണ്ടോ കാശിനെയോ ഇല്ല ഇൻഷുറൻസ് കാശിനെയോ എടുത്ത് വെള്ളക്കാരൻ എടുത്തുകൊണ്ട് പോയതൊക്കെ നിങ്ങളെ കാശ് തന്നെ. അപ്പം 4000 കോടിക്ക് വിറ്റുവെങ്കിൽ നമ്മളെ ആൾക്കാർ 10,000 കോടിക്ക് ഇട്ട് തിരികെ ഇന്ന് കാലത്തെ വന്നതിന് ശേഷം തിരികെ ഞാൻ എടുക്കാൻ പോകുന്നു. കാശ് 180 പോയിന്റ് ഡൗണ്. ടാസ് ലിസ്റ്റ് റെഡിയായിരിക്കുന്നു. പട്ടാസ് ലിസ്റ്റ് നിങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ടേ പോയാൽ നിങ്ങൾക്ക് നല്ലതാണ്. പക്ഷേ ടിഫൻ കോഫിയിൽ മാത്രം തന്നെ കൺസിഡർ ചെയ്യണം. വലുതായിട്ട് കൺസിഡർ ചെയ്താൽ അത് നമ്മളെ വേദനിപ്പിക്കും. സോ വലിയ ലിസ്റ്റിൽ കൺസിഡർ ചെയ്യേണ്ട. ഇന്ന് എന്ത് ന്യൂസ് എന്ന് നോക്കാം. ഭാഗ്വതർ പറഞ്ഞു 25th ഓഗസ്റ്റ് ആര് വേണമെങ്കിലും വന്നിട്ട് പോട്ടും, നെഗോഷിയേഷൻ ഒന്നുമില്ല. നമ്മൾ അവരുടെ അടുത്ത് സറന്നടഞ്ഞ് ഈ റഷ്യയിലിരുന്ന ആയിൽ വാങ്ങത്തില്ല. അങ്ങനെ എന്ന് പറഞ്ഞാൽ കന്നത്തിരിട്ടാൽ മാത്രം ടാരിഫിനെ കുറയ്ക്കാമോ എന്ന് ചിന്തിക്കുന്നു. A1 നിർത്തിയാൽ കൂടെ A1 വന്നിട്ട് അമേരിക്ക ഗ്രേറ്റ് അഗൈനിൽ തന്നെ ഇരിക്കുന്നു. ഗ്യാസ് വാങ്ങുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഭാഗ്വതറിൻ്റെ ഇനാഗ്രേഷൻ പിന്നെ ഈസ്റ്ററിനൊക്കെ ഡൊണേഷൻ കൊടുത്തു. ആൻഡ് ഇനാഗ്രേഷനും പോയിട്ട് വന്നിരിക്കുന്നു. പക്ഷേ ബൾട്ടി അടിക്കും. എന്തെന്ന് വെച്ചാൽ അമേരിക്കയിൽ അവർക്ക് ഒരുപാട് അസറ്റ് ഉണ്ട്. ആദ്യത്തെ പ്രോബ്ലം വന്നിട്ട് അത് നൈര തന്നെ. ഒരു റഷ്യൻ കമ്പനി. ഇത് കാരണം ഇന്ത്യയിലിരിക്കുന്ന ലാഭം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്രോൾ വന്നിട്ട് 40 രൂപ 50 രൂപയ്ക്ക് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ലാഭം. ആ റേഞ്ചിൽ കൊടുക്കുന്നത്. ഇത് കാരണം നമുക്കിതിൽ ലാഭമൊന്നും അത്രയോ ഇല്ല. നിങ്ങൾ യൂസ് ചെയ്യുന്ന കുക്കിംഗ് സിലിണ്ടറും ഈ ഓയിലിൽ ഇരുന്ന് തന്നെ വരുന്നു. അതിന് ഒരു 500-600 രൂപയ്ക്ക് തന്നുവെങ്കിൽ ലാഭമിരിക്കും. ഇത് കാരണം ഇതിനൊരു നാഷണൽ പ്രൈഡായിട്ട് മാറ്റുന്നത് മുട്ടാൾത്തനമാണ്. പിന്നൊരു കാര്യം, ഇന്നെലാസ്റ്റിക് എന്ന് എക്കണോമിക്കിൽ ഒരു കാര്യം പറയും. എലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഇല്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ഇനിയൊരു സോഴ്സ് ഇരിക്കും, അതിലിരുന്ന് വാങ്ങാം. ഇന്നെലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നതിന് യൂസ് ചെയ്ത് തന്നെ ആകണം. ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതിൽ 3 വലിയ സാധനങ്ങളുണ്ട്. ഒന്ന് കുക്കിംഗ് ഓയിൽ, ഇവൺ വന്നിട്ട് കച്ച എണ്ണ, അത് കാര്യം സ്വർണം. 3ഉം ഇന്നെലാസ്റ്റിക് ആണ്. ഇടങ്ങൾ വാങ്ങിക്കൊണ്ടേയിരിക്കും. കാരണം ഇത് 3നെയും നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് തന്നെ ആകണം. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് പ്രൈമറിയിൽ മെർച്ചൻഡൈസിൽ എല്ലാം എലാസ്റ്റിക് ആണ്. ഇല്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റും. നമ്മൾ സപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇന്നും സപ്ലൈ ചെയ്യാൻ വേറെ ആൾക്കാരുണ്ട്. അവിടെ നമുക്ക് വാങ്ങാം. ഈശ്വര തിരുപ്പൂരിൽ കിട്ടിയില്ല. ഞാൻ വിയറ്റ്നാമിൽ നിന്ന് വാങ്ങാം. നമ്മളെ സ്ഥലത്തിന് പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സീ ഫുഡ് ഡെലിക്കസി ഇരിക്കുന്നു. മിൻറ്റിൽ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. അതിൻ്റെ പേര് ഷ്രിംപോയ 3 വർഷത്തിൽ വന്ന് ഷ്രിമ്പിൻ്റെ എക്സ്പേർട്ട് വന്നിട്ട് 40-50% കയറി ഒരു നല്ല വലിയ തുക വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തായെന്ന് വെച്ചാൽ 50% ടാരിഫ് ഇട്ടതിൽ ഇക്കോനാറിന് ഒരു സ്ഥലം ഇരിക്കുന്നു. മാപ്പിലെ എവിടെ ഇരിക്കുന്നു എന്ന് അറിയാൻ പറ്റുന്നില്ല. സൗത്ത് അമേരിക്കയിലാണ് ഇരിക്കുന്നത്. ഇക്കോനാറിലിരുന്ന് മോർ കോമ്പറ്റീറ്റീവായി നമ്മളെ ഷ്രിമ്പിലിരുന്ന് ഇക്കോനാർ ഷ്രിമ്പ് കൂടുതലായി. ഷ്രിമ്പിനെ വിശ്വസിച്ച് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കാശിനെ ഇട്ടിട്ടുണ്ട്. കോടി കണക്കിൽ പോയിരിക്കും. ഒരുപാട് ആൾക്കാർ ലോണൊക്കെ വാങ്ങിയിട്ടിരിക്കും. ഇപ്പോൾ എല്ലാത്തിനെയും മൂടി പറക്കി വെച്ചുകൊണ്ട് പോകേണ്ടത് തന്നെ. ഇത് കടയിൽ നിന്ന് മൂടുന്ന സ്റ്റേജിനാണ് തള്ളിവിട്ടിരിക്കുന്നു. പൂരിൽ പ്രൊഡക്ഷൻ കുറയും. പ്രൊഡക്ഷൻ കുറഞ്ഞുവെങ്കിൽ ജനങ്ങൾ വന്ന് ജോലിയിലിരുന്ന് പോകും. ഇതൊക്കെ റിയലാണ്. എന്തെന്ന് വെച്ചാൽ അടുത്ത ദിവസം വിയറ്റ്നാമിലിരുന്ന് വയ്ക്കും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ അത് നമുക്കാണ് കഷ്ടം. എന്തെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദി വലിയ എക്സ്പോർട്ടേഴ്സ് ഇന്ത്യയിലിരിക്കുന്ന ആൾക്കാരൊക്കെ SME ആൻഡ് MSME സെക്ടറിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. ലിസ്റ്റിംഗ് ഇല്ല. ഇന്നൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ജനങ്ങളൊക്കെ ജോലിയിലിരുന്ന് പോയെങ്കിൽ ഇന്നും ചാപ്പാട് വാങ്ങുന്നത്, സ്നാക്സ് വാങ്ങുന്നത്, സോപ്പ്, ചീപ്പ് ഇതൊക്കെ വാങ്ങുന്നത് കുറയും. ഇത് കാരണം പേഴ്സണൽ കൺസംഷൻ കുറയും. ഓൾറെഡി ആ പാതാളത്തിൽ ഇരിക്കുന്ന ബ്രിട്ടാനിയ ബിസ്ക്കറ്റിൻ്റെ ചിലവ്, അല്ലെങ്കിൽ നമ്മളെ മോട്ടോർ സൈക്കിൾസിൻ്റെ സെയിൽസ്, അല്ലെങ്കിൽ നമ്മളെ FMCG സെയിൽസൊക്കെ ഇന്നും കുറഞ്ഞ് താഴെ പോകാൻ ചാൻസസ് ഇരിക്കുന്നു. എന്ന് വെച്ചാൽ IT-യിലും ഇരുന്ന് വീട്ടിൽ എല്ലാത്തിനും അയക്കുന്നു. ഇതുപോലെ MSME-യിലും ഒരുപാട് ജനങ്ങൾക്ക് ജോലി പോകുന്നു. ഇത് കാരണം ഈ ഓവറാൾ ഇമ്പാക്റ്റ് കൂടുതലായിരിക്കും. ഇത് നമ്മളെ മൽഹോത്ര സാർ ഒരുപാട് വിൽക്കുന്നു. 57, 87, 59 ഇരിക്കുന്നു. നമ്മൾ എക്സ്പോർട്ട് അധികം ചെയ്ത് ഇമ്പോർട്ട് കുറച്ച് ചെയ്താൽ തന്നെ ഡോളർ വരും. നമ്മൾ എക്സാക്റ്റ് ഓപ്പോസിറ്റാണ് ഇതിൽ. കാരണം കരുതിയിരിക്കുന്ന ഡോളറൊക്കെ കരഞ്ഞുകൊണ്ടേ പോകും. ഇത് കാരണം ഇതൊക്കെ നാളെയേ മാറും, ഇന്നേ മാറും എന്ന് വിചാരിക്കേണ്ട. ഒരു ഓപ്പൺ സൊസൈറ്റിയിൽ ഓപ്പണായിട്ട് ട്രേഡ് ചെയ്യുന്നതാണ് ബെറ്റർ. സോ നിങ്ങൾ അവരോടൊപ്പം സംസാരിച്ച് ഇതിനെ തീർത്ത് വയ്ക്കുന്നതാണ് വളരെ ബെറ്റർ ആണ് എൻ്റെ ഒപ്പീനിയൻ. ഇതിനെ തന്നെ ഞാൻ ഇത്ര ദിവസം പറഞ്ഞിരുന്നു. തിരികെയും അത് തന്നെ പറയുന്നു. അത് കാരണം
ഇന്ന് അമേരിക്ക സ്ട്രോങ്ങർ പൊസിഷൻ ദാൻ യു. ഇതിൻ്റെ പേര് ഗെയിം തിയറി എന്നാണ്. ഇതിന് വേണ്ടിയിട്ട് നോബൽ പ്രൈസും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈഗോയ്ക്കൊക്കെ സ്ഥലമേ ഇല്ല. ഇത് നിന്റെ പൊസിഷൻ സ്ട്രോങ് ആയെന്ന് നോക്ക്. നാളെ നിന്റെ പൊസിഷൻ സ്ട്രോങ് ആയാൽ നീ തിരികെ ഇവിടെ നിന്ന് ഗെയിം കളിക്കാം. ഇത് തന്നെ തിയറി. ഇന്ന് എന്തായെന്ന് വെച്ചാൽ ഗോൾഡ് മാർക്കറ്റിൽ ഓൾ ടൈം ഹൈ പോയ ഗോൾഡ് 9570. ലോകത്തിൽ വന്നിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാർക്കറ്റ് വന്നിട്ട് അമേരിക്കയാണ്. അപ്പോൾ എന്ത് പറയുന്നു വെച്ചാൽ ട്രംപ് ഭാഗവത് 1 kg ഗോൾഡിൽ വന്നിട്ട് ഞാൻ കസ്റ്റംസ് ഡ്യൂട്ടി ഇടുമെന്ന് അങ്ങനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റയർ ഗോൾഡ് മാർക്കറ്റ് മുകളിലും കീഴിലും അത് തിണ്ടാടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. ഗോൾഡ് ടാക്സ് ഇട്ടുമെങ്കിൽ സ്വർണത്തിൻ്റെ വില കയറും. ഒരു സൈഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഗെയിം. ഇന്നൊരു സ്ഥലത്തിൽ ട്രംപ് എന്ത് പറയണമെന്ന് വെച്ചാൽ ഇൻറ്റലിൻ്റെ CEO ചൈനക്കാരൻ, മലേഷ്യയിലിരിക്കുന്ന ചൈനക്കാരൻ, അവന് ഒരുപാട് ചൈനീസ് കമ്പനിയുടെ ഒപ്പം തയ്യപ്പിരിക്കുന്നു. അവൻ ഇന്നേ റിസൈൻ ചെയ്യണം എന്നൊരു പുതിയ ഡിമാൻഡ് വച്ചിരിക്കുന്നു. ഇൻറ്റലിൻ്റെ പുതിയ ചിപ്പ് വലുതായിട്ട് നമ്പേഴ്സ് ചെയ്തില്ല. ഇത് കാരണം ഇൻറ്റൽ വലിയ പ്രഷറിലാണ് ഇരിക്കുന്നു. അപ്പോൾ ഇൻറ്റൽ ഇന്ന് ഭയങ്കര അടിയിലാണ് ഇരിക്കുന്നു. അടുത്ത ന്യൂസ് എന്തെന്ന് വെച്ചാൽ ക്രോക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ഇരിക്കുന്നു. അതിൻ്റെ ഷെയർ 30% ഇടിഞ്ഞിരിക്കുന്നു. അതും ഒരേ ദിവസത്തിൽ. എന്തുകൊണ്ടത് വീഴുന്നെന്ന് വെച്ചാൽ ക്രോക്സിനെ കുറിച്ച് ഒരു വീഡിയോ കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. 5000 രൂപയ്ക്ക് ക്രോക്സ് വാങ്ങിയ പയ്യനെന്ന്. അതുപോലത്തെ ഒരു ക്രോക്സാണ് ഇപ്പം അടിപ്പെട്ട് താളെ കിടക്കുന്നു. എന്തെന്ന് വെച്ചാൽ ഈ ക്വാർട്ടർ നന്നായിരിക്കുന്നു. പക്ഷെ അടുത്ത ക്വാർട്ടർ വന്ന് ടാരിഫ് കാരണം വില കയറുന്നത് കാരണം സെയിൽസ് കുറയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ ഉടനെ ഡമാലെന്ന് പറഞ്ഞു ഇന്ത്യയിൽ ഇന്ന് 2 ഇമ്പോർട്ടൻറ്റ് കമ്പനിക്ക് റിസൾട്ട് വന്നു. ഒന്ന് ടൈറ്റൻ 1700 കൺസിഡർ ചെയ്തു. ഇപ്പോൾ 3600 രൂപയിലാണ് ഇരിക്കുന്നു. ഈ കമ്പനി എന്തെന്ന് വെച്ചാൽ 50% പ്രോഫിറ്റ് കയറി 1080. ഇതിൽ പ്രോഫിറ്റ് എങ്ങനെ മെയിനാണ് വന്നെന്ന് നോക്കിയാൽ പുതുതായി വച്ചിരിക്കുന്ന ക്യാരറ്റ് ലൈനിൽ 39% സെയിൽസ്. വെങ്കട്രാമൻ തന്നെ ആ കമ്പനിയുടെ MD അവരെന്ത് പറയണമെന്ന് വെച്ചാൽ ഡമാസിന് വാങ്ങി പോക്കറ്റുകളിൽ ഇട്ടു. പക്ഷേ ഇൻ്റർനാഷണൽ മാർക്കറ്റ് മൂലமாக ഡമാസിനൊന്നും സപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, ഒരു ചാൻസ് ഇരിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു. തന്നെ ഞാൻ പറഞ്ഞത് ട്രംപിൻ്റെ ടാരിഫ് കാരണം വന്ന കാര്യങ്ങളൊക്കെയാണ് ഇത്. സൂറിൽ 10 പേർക്ക് ജോലി കൊടുത്ത സ്ഥലം ദുബായ്ക്ക് പോകും. ഇത് റിയാലിറ്റിയാണ്. ഇപ്പോൾ അടുത്ത സ്റ്റേജ് വന്നിട്ട് ഇപ്പോൾ പ്രൊഡക്ഷൻ ഇന്ത്യയെ വിട്ട് വെളിയിൽ പോയി മിഡിൽ ഈസ്റ്റ് ഇടുന്ന് പോകും. ഗോൾഡിനാ വാങ്ങി തിരികെ ഇൻകം ടാക്സ് ക്ലെയിം ചെയ്ത് ഈ ഒന്നുമില്ല. ദുബായ്ക്കും അമേരിക്കയ്ക്കും ഫ്രീ ട്രേഡ് ട്രീറ്റ് ചെയ്തിരിക്കുന്നു. ദുബായ്ക്കും ഇന്ത്യയ്ക്കും ഫ്രീ ട്രേഡ് ട്രീറ്റ് ചെയ്തിരിക്കുന്നു. ഇതിനെ യൂസ് ചെയ്ത് മാനുഫാക്ചർ ചെയ്താൽ ഇത് ഡബിൾ അഡ്വാൻറ്റേജ് ആണ്. ഇത് കാരണം തന്നെ ഈ കമ്പനി ഇത് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. തടയിടാതെ വന്നിട്ട് സാരി കടയും സൂപ്പറായിട്ട് ചെയ്യുന്നു. അതേപോലെ ഡിവിഷനും നന്നായി പെർഫോം ചെയ്യുന്നു. ബാറബിൾ ഡിവിഷൻസ് സൂപ്പറായി ചെയ്തിരിക്കുന്നു. ഈ ധനീഷ്കിൻ്റെ സെയിൽസിൽ നിങ്ങൾ എങ്ങനെ നോക്കണമെന്ന് വെച്ചാൽ ഗ്രാം കണക്കിലാണ് നോക്കേണ്ടത്. എന്തെന്ന് വെച്ചാൽ സ്വർണത്തിൻ്റെ വില ഇപ്പോൾ 25% കയറിയ കാരണം പോയ 6 മാസത്തിൽ നമ്മൾ അതേ സ്വർണം വിറ്റാലും സെയിൽസ് 25% കയറും. ഇപ്പോൾ ഗ്രാം കണക്കിൽ നോക്കിയാൽ തന്നെ നമുക്കറിയാം. ഇതിനാലും മാർക്കറ്റ് ഇതിനെ പോസിറ്റീവാന്ന് നോക്കി 3600 മുകളിൽ എടുത്തുകൊണ്ട് പോയി. ഇതേ സമയം കല്യാണം റിസൾട്ട് വന്നു. കല്യാണം 49% പ്രോഫിറ്റ്. അതുകൊണ്ടെടുത്ത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഫ്രാഞ്ചൈസി മോഡലിൽ ഇരിക്കുന്ന കാരണം കുറച്ച് കാശ് നമ്മൾ സമ്പാദിക്കാൻ വിചാരിക്കുന്നത് വളരെ കഷ്ടമാണ്. അതുകൊണ്ട് മാർജിൻ കുറഞ്ഞു എന്ന ഒരു പേടിയിൽ പെട്ടെന്ന് 9% അടിച്ചു. ഇത് എക്സ്പെക്റ്റഡ് ലൈൻസിൽ തന്നെ ഇരുന്നു. എനിക്ക് 30 രൂപ വരയ്ക്കും ഇറങ്ങിയിരിക്കുന്നു. ഇന്നും ഇറങ്ങാൻ ചാൻസ് ഇരിക്കുന്നു എന്ന സ്ഥിതിക്ക് 2.5% കയറ്റി വച്ചിരിക്കുന്നു. 7.5% നെഗറ്റീവിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് വന്നിട്ട് ഒരു ന്യൂസ്. NSDLൽ NSEക്ക് കെട്ടപ്പേര് വന്ന കാരണം എങ്ങനെയോ സ്റ്റോക്കിന് മുകളിൽ തള്ളിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ 15% അപ്പ്, ഇന്ന് 10% അപ്പ്. എന്നായിരുന്നാലും 1500 രൂപയ്ക്ക് മുകളിൽ പോയാൽ തന്നെ അവർക്ക് പ്രൈവറ്റ് ബേസ്മെൻറ്റിൽ പോയ വർഷം വാങ്ങിയായിരുന്നു അവർക്കൊക്കെ ഇതിൽ വെളിയിൽ വരാൻ പറ്റും. എന്തെന്ന് വെച്ചാൽ HDFC ബാങ്കും IDBI ബാങ്കും ഈ ഇതിൽ തന്നെ പ്രൈവറ്റിൽ വിട്ടിരിക്കുന്നു. അത് വരണ വരയ്ക്കും ഒന്നും പ്രോബ്ലം ഇല്ല. ഇപ്പോൾ നിങ്ങളും 10 ലക്ഷത്തിൽ റൈറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് തീക്കാം. 1 കോടിക്ക് റൈറ്റ് ഓഫ് ചെയ്യണമെങ്കിലും കൂടെ നമ്മളൊരു 10 രൂപ കാണും. അതായത് എനിക്ക് 10 രൂപ വേദനിക്കത്തില്ല, 1000 രൂപ കാണുമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നും. അതാ. പക്ഷേ ഇതിൽ ഒരാൾ എന്ത് ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ ഒരു സ്റ്റാർട്ടപ്പിനെ ഇന്ത്യയിൽ വാങ്ങി $200 million കൊടുത്ത് വാങ്ങി. കമ്പനി വർത്ത്ലെസ് ആ $200 റൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്നു. ഞാനും അതിന് ഇത്ര ദിവസം ആപ്പിൽ ഇട്ടിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പനിയുടെ പേര് ഡൻസോ. റൈറ്റ് ഓഫ് ചെയ്തത് റിലയൻസ് ആണ്. ഒരു വീട്ടിലിരുന്ന് ഇന്നൊരു വീട്ടിനെ സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നത് കൂടെ ഡൻസോയിൽ ഇട്ട് വാങ്ങിക്കൊണ്ടിരുന്നു നമ്മൾ. ആ ഡൻസോയിൽ ലാസായി ഇളുത്ത് മൂളാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ കൊണ്ട് 200 million റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? എന്നെ കൊണ്ടെങ്കിൽ 800 million. ഇപ്പോൾ ഈ ഡോട്ടൊക്കെ കറക്റ്റ് ചെയ്തുവെങ്കിൽ
കച്ച എണ്ണയും ഇതിനെ കണക്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന് വേണ്ടിയിട്ട് എനിക്ക് ദേശദ്രോഹി എന്നൊരു പട്ട നിങ്ങൾ തന്നുവെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. അടുത്തത് ടാറ്റാസിനെ കുറിച്ച് ഒരു ന്യൂസാണ്. ടാറ്റയും എസ് പി ഗ്രൂപ്പും മീതി ഇരിക്കുന്നത് മിസ്ത്രി ഗ്രൂപ്പിൽ സഫോർ മിസ്ത്രി എന്ന ആൾ മാത്രം തന്നെ കടലിൽ തത്തൊളിച്ചിട്ടിരുന്ന കപ്പലിൽ RBI എടുത്ത് ഇവരെ എങ്ങനെയെങ്കിലും ഞങ്ങളെ വെളിയിൽ വിട്, ടാറ്റ കമ്പനിയിൽ ആ 16-17% ആടി തലയിൽ നിന്ന് തൊപ്പിയിട്ട് വാങ്ങിയത് എങ്ങനെയെങ്കിലും നമ്മൾ വിൽക്കണമെന്ന് അവർ വിഷമിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോൾ അവരെ ബ്രദറിനായിട്ട് ഇരിക്കുന്ന അവരെ നിയോൽ ടാറ്റയാണ്. നിയോൽ ടാറ്റയെ കല്യാണം ചെയ്തിരിക്കുന്നു. അവരുടെ പേര് ആലു ടാറ്റ. ഇപ്പോൾ എന്ത് ന്യൂസ് എന്ന് വെച്ചാൽ സംസാരിച്ച് നമുക്ക് തീർക്കാം. ഇപ്പോൾ ചന്ദ്രശേഖറിനെ അയച്ചിരിക്കുന്നു സഫർ മിസ്ത്രിയുടെ അടുത്ത് സംസാരിക്കാൻ. ഇന്നലെ തന്നെ ആദ്യത്തെ മീറ്റിംഗ് നടന്നിരിക്കുന്നു. എന്ത് റേറ്റ് നിങ്ങൾ നോക്കുന്നു, വില സംസാരിക്കുമോ വേണ്ടാമോ എന്ന് അവർ ഡിസ്കഷനിലാണ്. നിയോൽ ടാറ്റ ട്രസ്റ്റിൽ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ, ചന്ദ്രശേഖർ നിനക്ക് 5 വർഷം ടൈം, ഇന്നും ഒരു 5 വർഷം ചെയർമാനായിട്ട് എൻജോയ് ചെയ്തു. പക്ഷേ എന്ത് നടന്നാലും ടാറ്റ സൺസിനെ ലിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ RBI മാനേജ് ചെയ്യും, ഇല്ലെങ്കിൽ BI മാനേജ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. സോ ഇത് വന്നിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ഡെവലപ്മെൻ്റ് ആണ്. എങ്ങനെയാണ് ഈ SP ഗ്രൂപ്പ് വാങ്ങാൻ പോകുന്നു, ആ 18% ഏതാണ് വാല്യുവേഷൻ, ഇത് എല്ലാം നമുക്കറിയാം. അവർ സൈലൻ്റായിട്ട് അകത്തിയെ തീർത്തുവെങ്കിൽ ലീഗിൽ പുറത്ത് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വരത്തില്ല. ഇത് ഒരേടിയായിട്ട് പബ്ലിക്കായിട്ട് പോയി വെളിയിൽ വന്നുവെങ്കിൽ സൺസിൽ എന്താണ് ആക്ച്വലായി ഇരിക്കുന്നു എന്ന് അറിയാം. എന്തെന്ന് വെച്ചാൽ ആ കമ്പനിക്ക് 339 സബ്സിഡറി ഇരിക്കുന്നു, 39 ജോയിൻറ്റ് വെഞ്ചേഴ്സ് ഇരിക്കുന്നു, 50 മുകളിൽ കമ്പനിയിൽ അസോസിയേറ്റ് കമ്പനി ആയിരിക്കുന്നു. അതൊക്കെ TCS പോലെ എന്തെങ്കിലും പതുങ്ങിയിരിക്കുന്ന എന്ന് നമുക്ക് നോക്കണം. എന്തെന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞ് ബോയിങ് റെഡി ചെയ്യണ വേപ്പിൽ എന്ത് വെച്ചാണ് റെഡി ചെയ്യണത്, ഹെലികോപ്റ്ററിന് പാർട്സ് ചെയ്ത് കൊടുക്കുന്നത്, കുഷൻ സീറ്റ്സ് റെഡി ചെയ്ത് കൊടുക്കുന്നത്, ഇതുപോലെ ഒരുപാട് കമ്പനികൾ അകത്തിരിക്കുന്നു. ആ കമ്പനിയുടെ വില ഒക്കെ എന്തെങ്കിലും ലിസ്റ്റായെങ്കിൽ നിങ്ങൾക്ക് വലിയ ലാഭം വരും. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവർ രണ്ടുപേർ ഗുസ്തി ഇട്ടാൽ തന്നെ വെളിയിൽ വരും. ഗുസ്തി ഇല്ലാതെ അവർ ഒതുങ്ങിയിരുന്നുവെങ്കിൽ ഒന്നും അറിയാൻ പറ്റത്തില്ല. ഇത് തന്നെ ഇന്നത്തെ ന്യൂസ്. ഡെഫിനറ്റായിട്ട് വന്ന് മാർക്കറ്റ് ഇറങ്ങിയിരിക്കുന്നു. നിങ്ങൾ ഒരുപാട് കൺസിഡർ ചെയ്തിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.